ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ബിടെക് ലാറ്ററൽ എൻട്രി ഈ വർഷത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. നമ്മുടെ കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ അതായത് സിഇയിലൂടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് 5 സ്റ്റെപ്സ് ആണ് ബിടെക് ലാറ്ററൽ എൻട്രി കോഴ്സ് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആദ്യത്തത് രജിസ്ട്രേഷൻ, സെക്കൻഡ് ഫിൽ അപ്ലിക്കേഷൻ, തേർഡ് പേ അപ്ലിക്കേഷൻ ഫീ, ഫോർത്ത് അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്, ഫിഫ്ത് പ്രിന്റ് കൺഫർമേഷൻ പേജ്. അപ്പൊ ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഒന്ന് ഓർത്തു വെക്കുക. അതായത് അപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 15-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി അത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആണ് വിദ്യാർത്ഥികളെ നോട്ട് ചെയ്യേണ്ടത്. 20/10/2020 ക്ലോസിംഗ് ഡേറ്റ്. പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഓൺലൈൻ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് നിങ്ങൾ ഓർത്തുവെക്കുക. cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപ്പൊ അപേക്ഷകർ നിശ്ചിത ഫീസ് ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചലാൻ മുഖാന്തരമോ അടയ്ക്കേണ്ടതാണ്. ഫീസ് ജനറൽ വിഭാഗം 750 രൂപയും SC/ST വിഭാഗക്കാർ 375 രൂപയുമാണ് അപേക്ഷാ ഫീസായി കൊടുക്കേണ്ടത്. ഇനി പ്രവേശനത്തിനുള്ള യോഗ്യതകളൊന്ന് നമുക്ക് പരിശോധിക്കാം. നേറ്റിവിറ്റി ആണ്, അതായത് നമ്മളൊരു ഇന്ത്യൻ പൗരനാവണം. കേരളീയർ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെയോ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കോ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. അപ്പൊ ബിടെക് ലാറ്ററൽ എൻട്രി എല്ലാവർക്കും അറിയാലോ. അതായത് നമ്മുടെ ബിടെക് കോഴ്സ് സെക്കൻഡ് ഇയറിലേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് 1 വർഷം സേവ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരിക്കണം. അതായത് ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ അതിനുള്ളൊരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, സർവകലാശാലകൾ, അംഗീകൃത സ്ഥാപനങ്ങൾ, ഇന്ത്യ ഗവൺമെന്റ് കീഴിലുള്ള AICTE അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് കുറഞ്ഞത് 45% മാർക്കോടെ നിങ്ങൾ ഡിപ്ലോമ കോഴ്സ് ചെയ്തിരിക്കണം. അവർക്ക് ലാറ്ററൽ എൻട്രി ഉള്ളവർക്ക് 2 വർഷം പരീക്ഷ പാസ്സായിരിക്കണം. ഇനി അടുത്തതായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് അംഗീകൃത സർവകലാശാലകൾ, സ്ഥാപനങ്ങൾ, ഇന്ത്യ ഗവൺമെന്റ് കീഴിലുള്ള AICTE കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് കുറഞ്ഞത് 45% മാർക്കോടെ ത്രിവത്സര വൊക്കേഷണൽ ഡിപ്ലോമ പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ BSc കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ +2 പാസ്സായി, അതായത് സയൻസ് ആയിരിക്കണം +2 എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവര് 45% കുറയാത്ത മാർക്കോടെ BSc പാസ്സായിരിക്കും ഈ ലാറ്ററൽ എൻട്രിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഡേറ്റുകൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഓൺലൈനായിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 20-ാം തീയതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് സമയമുള്ളത്. ഇനി നമുക്ക് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ എന്താണെന്ന് നോക്കാം. ഇത് കറക്റ്റ് ആയിരിക്കണം. നല്ല ക്ലിയർ ആയിട്ടുള്ള PDF ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനുള്ള ഒരു കൺസോളിഡേറ്റ് മാർക്കാണ്. നിങ്ങൾ അതിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഒരു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. രണ്ടാമതായിട്ട് മാർക്ക് ലിസ്റ്റിൽ ശതമാനത്തിലുള്ള സ്കോർ കണ്ടെത്താൻ ആവശ്യമായ കൺവേർഷൻ ഫോർമുല നൽകിയിട്ടില്ലെങ്കിൽ കൺവേർഷൻ ഫോർമുലയും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് സർവകലാശാലയുടെ വിവരങ്ങളും രേഖപ്പെടുത്തിയ സാക്ഷ്യപത്രം വിദ്യാർത്ഥി പഠിച്ച സ്ഥാപനത്തിന്റെ മേലധികാരി നൽകുന്നത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി +2 പാസ്സായ മാർക്ക് ലിസ്റ്റ് ഇനി BSc സ്ട്രീമിലെ വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യണം. അപ്പൊ BScക്ക് കിട്ടുന്ന കുട്ടികൾ +2ന്റെ മാർക്ക് ലിസ്റ്റും കൂടി അപ്ലോഡ് ചെയ്യണം. ഇനി അപേക്ഷകൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ SLCയുടെ ബുക്കിന്റെ ജനനസ്ഥലം രേഖപ്പെടുത്തിയ പേജ് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ ബന്ധപ്പെട്ട പേജ് ഇത് ഉണ്ടായാൽ മതി. ഇനി നമുക്ക് എന്തെങ്കിലും കാറ്റഗറി വൈസിലുള്ളവരാണെങ്കിൽ നമുക്ക്
റിസർവേഷൻ കാറ്റഗറി ഉള്ളവരാണെങ്കിൽ നമ്മൾ അതിന്റെ തന്നെ അസൽ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ വിഭാഗത്തിലാണെങ്കിൽ, കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പൊ പ്രത്യേകിച്ച് EWS, SC, ST, മുസ്ലിം, ഈഴവ, ലാറ്റിൻ കാത്തലിക്സ് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്തൊക്കെയാണോ നമ്മൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് അതിന്റെ എല്ലാം തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ശാരീരിക വൈകല്യമുള്ളവരാണെങ്കിൽ അതിന്റെ റിസർവേഷൻ കാറ്റഗറി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അത് പ്രോസ്പെക്ടസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങളത് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഓൺലൈനായി സമർപ്പിക്കണം. അതായത് അപേക്ഷകൻ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. യോഗ്യതാ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും കൂടി ലഭിച്ച ആകെ മാർക്കാണ് വിദ്യാർത്ഥി സമർപ്പിക്കേണ്ടത്. 2018, 19, 20 വർഷങ്ങളിൽ ഡിപ്ലോമ യോഗ്യതാ പരീക്ഷ പാസ്സായ അപേക്ഷകർ അവർ രജിസ്റ്റർ നമ്പറും പരീക്ഷ പാസ്സായ വർഷവും രേഖപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വെബ് പേജിൽ ദൃശ്യമാകുന്നതാണ്. വെബ് പേജിൽ കാണുന്ന മാർക്കുകൾ മാർക്ക് ലിസ്റ്റുമായി ഒത്തുനോക്കി ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വെബ്സൈറ്റിൽ കാണുന്ന മാർക്കുകൾ മാർക്ക് ലിസ്റ്റിനുള്ളിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ശരിയായ മാർക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വെബ് പേജിൽ ലഭ്യമല്ലാത്ത വിദ്യാർത്ഥികൾ അവരുടെ ബോർഡ്, സർവകലാശാല, പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ, മാർക്കുകൾ എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം അപേക്ഷ സമർപ്പണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അടുക്കുവാൻ വിദ്യാർത്ഥിക്ക് സേവ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ബിടെക് ലാറ്ററൽ എൻട്രി എന്നുള്ള അവിടെ ഇങ്ങനെ കാണുന്ന ഒരു കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ ഈ ഒരു നിശ്ചിത ഡേറ്റിനകം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ നിങ്ങളുടെ ഇമേജസ് ഒക്കെ തന്നെ JPG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ ഇമേജിന്റെ ഡയമെൻഷൻസും ശ്രദ്ധിക്കുക. 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റുമായിരിക്കണം. ഇനി ഇമേജ് ഫയൽ ഷുഡ് ബി ബിറ്റ്വീൻ 10 KB ആൻഡ് 30 KB ഫയൽ സൈസ് ആയിരിക്കണം. ഇത്രയും ഇമേജുകൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ JPG ഫോർമാറ്റ് ആയിരിക്കണം. പിക്സലിന്റെ സൈസ് നോക്കുക, KB നോക്കുക, 10 KB, 30 KB. അപ്പൊ ഒരിക്കൽ കൂടി നമ്മൾ ഈ കൺക്ലൂഡ് ചെയ്യാണ്. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റ്സുകളുമാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങളുടെ നാഷണാലിറ്റി പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ SLCയുടെ പേജ് മതി. നാഷണാലിറ്റി പ്രൂഫിനും SLC പേജ് മതി. നേറ്റിവിറ്റി പ്രൂഫിനും SLC പേജ് മതി. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കാറ്റഗറി ക്ലെയിംസ്, നിങ്ങൾ കാറ്റഗറിയിൽ ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഇനി ഇൻകംകാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം മതി. ഇൻകം സർട്ടിഫിക്കറ്റ്, ഫീസ് കൺസെഷൻ ഉണ്ടെങ്കിൽ അത് വേണം. സർട്ടിഫിക്കറ്റ് ഫോർ ക്ലെയിമിംഗ് റിസർവേഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസേബിൾഡ്, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും റിസർവേഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ റിസർവേഷൻസ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ അവരും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റിന്റെ പുതിയ സ്കീമാണ് EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് 10% റിസർവേഷൻ ഉണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. മാർക്ക് ലിസ്റ്റ് ഫോർ ക്വാളിഫയിങ് എക്സാമിനേഷൻ, നിങ്ങളുടെ ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഡോക്യുമെന്റ്സ് PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫയൽ സൈസ് നമ്മൾ പറഞ്ഞു 10 KB ആൻഡ് 300 KB ആണ്. ഇത് ക്ലിയർ ആയിരിക്കണം. ഇനി അപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ പേയ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. ഓക്കെ കുട്ടികളെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് 20-ാം തീയതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കിട്ടുവാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.